ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനത്തെ ദർശനും അതുപോലെ വേദയുടെ ആങ്ങളെയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നിടത്തേക്കാണ് നമ്മുടെ വിക്രം കയറി വരുന്നത്. വിക്രം വന്നപ്പോഴത്തേക്ക് ഇവർ ഇറങ്ങി ചെല്ലുക. വിക്രത്തെ കണ്ടപ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ വേദയുടെ ആങ്ങളെ വാതിലൊക്കെ അടച്ചു, വേറെ ആരും കാണരുതെന്നോർത്ത് ഇറങ്ങി ചെന്ന് ഇങ്ങനെ ഇവരുടെ മുന്നിൽ നിൽക്കുക. ഈ വിക്രത്തിന് മുന്നിൽ ഇവർ നിൽക്കുക. അപ്പോൾ രണ്ടുപേരും ഉണ്ടല്ലോ, അതെന്താ നന്നായി എന്ന് വിക്രം പറഞ്ഞു. ഒരു നാറിയോട് സംസാരിക്കാൻ വരുമ്പോൾ ഒരു മാന്യൻ കൂടെയുള്ളത് എന്തായാലും നല്ലതാണെന്ന് പറയുമ്പോഴത്തേക്കും ശ്രീകാന്ത് കൈ ഓങ്ങി. ശ്രീകാന്ത് തല്ലരുത് എന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, എടാ ശ്രീകാന്ത് എന്ന് പേരുള്ള നാണം കെട്ട മുതലാളി, തനിക്ക് തൻ്റെ അനിയത്തിയെ വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും വീട്ടിൽ വന്ന് വിളിച്ചുകൊണ്ട് പോകാം. പറഞ്ഞ് ബോധ്യപ്പെടുത്തിയോ, എൻ്റെ വീടിൻ്റെ മുന്നിൽ വന്നിരുന്ന് നിരാഹാര സത്യാഗ്രഹം നടത്തിയോ, എങ്ങനെ വേണമെങ്കിലും കൂട്ടിക്കൊണ്ട് പോരാ. ഞാൻ അതിനൊരു തടസ്സവും പറയില്ല എന്ന് വിക്രം ശ്രീകാന്തിനോട് പറഞ്ഞു. പക്ഷേ ശ്രീനിവാസൻ സാറിൻ്റെ വീട്ടിൽ തൻ്റെ കയ്യിലുള്ള നോട്ടിൻ്റെ പളപളപ്പുമായിട്ട് കയറിയെങ്ങാനും പോയാ, അപ്പോൾ നീ എന്ത് ചെയ്യുവടാ, എന്നെ നീ തല്ലുവടാ, പറയടാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒച്ച വെച്ചപ്പോൾ, തല്ലുന്നതൊക്കെ ശ്രീനി സാറ് നേരിട്ട് തന്നെ ചെയ്തോളും, എനിക്കതൊന്നും പറ്റത്തില്ല. പക്ഷേ ഇനി നിൻ്റെ നിഴൽ അവിടെ കാണരുതെന്ന് ശ്രീനി സാർ എന്നോട് പറഞ്ഞാൽ, മോനെ ശ്രീകുട്ടാ, ശരീരം ഉണ്ടെങ്കിലേ നിഴലുണ്ടാവുള്ളൂ, നീ മറക്കരുതെന്ന് പറഞ്ഞു. നീ എന്താണ് എന്നെ കൊല്ലുവോ എന്ന് ശ്രീകാന്ത് അന്നേരം ചോദിച്ചു. അപ്പോൾ CCTV ഫോട്ടോസ് എടുത്ത് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് സാറൊന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞു വിക്രം. എന്നിട്ട് ദർശൻ വക്കീലുമായി ചേർന്ന് കേസോ കോടതിയോ അങ്ങനെ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾ മുന്നോട്ട് പോയിക്കോളാൻ പറഞ്ഞു. അപ്പോൾ പറഞ്ഞത് മറക്കണ്ട. പിന്നെ ഇനി എൻ്റെയും വേദയുടെയും കാര്യം പറഞ്ഞ് ശ്രീനി സാറിൻ്റെ വീട്ടിൽ നിന്നെ കണ്ടുപോയേക്കരുതെന്നും പറഞ്ഞ് വിക്രം അവസാനം താക്കീത് കൊടുക്കുക. അപ്പോൾ ദർശൻ ഇങ്ങനെ നോക്കി നിൽക്കുക. അപ്പോൾ ദർശൻ്റെ അടുത്തേക്ക് വിക്രം ചെന്നിട്ട്, ദർശൻ സാർ എന്നോട് ക്ഷമിക്കണം, നിങ്ങളുടെ മുന്നിൽ എനിക്കിങ്ങനെ പെരുമാറേണ്ടി വന്നതിൽ ഒരുപാട് വിഷമമുണ്ട്. പിന്നെ നിങ്ങൾ വിവാഹം ചെയ്തിരുന്ന പെണ്ണിനെ അബദ്ധത്തിൽ താലി കെട്ടിപ്പോയതിന് ഞാൻ എന്നെ ശപിക്കാത്ത ദിവസങ്ങളില്ല എന്ന് വിക്രം അവരോട് പറയുവാണ്. അവളോട് എനിക്കിപ്പോഴും പഴയ അടുപ്പവും ബന്ധമൊക്കെ തന്നെ ഉള്ളൂ. വാശി പിടിച്ചപ്പോഴും അവൾ ആ വീട്ടിൽ കഴിഞ്ഞ് കൂടുന്നുണ്ടെങ്കിൽ എനിക്കതിലൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന കാര്യവും പറയുവാണേ. അപ്പോൾ ഇതൊക്കെ കേട്ട് ഇങ്ങനെ ഇവർ മിണ്ടാതെ നിൽക്കുവാണ്. ആ സമയത്ത് പക്ഷെ പോകെ ഇപ്പോൾ അവളോടുള്ള എൻ്റെ മനോഭാവത്തിൽ മാറ്റം വന്നാൽ എൻ്റെ ജീവിതത്തിനും സ്വഭാവത്തിനും ചേരുന്നത് അവൾ തന്നെയാണെന്ന് ചേരുന്നത് ഉറപ്പായാൽ, അപ്പോൾ അന്നും അവൾക്ക് എന്നോട് ഈ മനോഭാവം ഉണ്ടെങ്കിൽ, അങ്ങനെ ഉറപ്പായാൽ പിന്നെ ഇവനോ ഇവൻ്റെ അച്ഛനോ അല്ല, സാക്ഷാൽ ദേവേന്ദ്രൻ്റെ അച്ഛൻ മുത്തുപ്പട്ടർ വന്നാൽ പോലും ഞാൻ അവളെ എൻ്റേതാക്കിയിരിക്കും എന്നുള്ള കാര്യം വിക്രം ഇവരെ വെല്ലുവിളിക്കുകയാണ്. അങ്ങനെ വേദയെ തൻ്റേതാക്കും എന്നാണ് വിക്രം വെല്ലുവിളിച്ചിരിക്കുന്നത്. അതിനു മുൻപ് അവളെ വിളിച്ചിറക്കിക്കൊണ്ട് പോരൂ സാറെന്നും പറഞ്ഞ് നമ്മുടെ വിക്രം പറയുക, ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ അവൾക്ക് ഏറ്റവും പെർഫെക്റ്റ് മാച്ച് നിങ്ങൾ തന്നെയാണെന്ന കാര്യവും പറഞ്ഞു. ഇതൊക്കെ കേട്ടപ്പോൾ ദർശന് ചിരി വന്നു. വേദ ദർശൻ എന്നുള്ള മേൽവിലാസമാണ് അവൾക്കിപ്പോഴുള്ളതിനേക്കാളും അന്തസ്സ്. രണ്ട് കുടുംബങ്ങളെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കാതെ ഈ ഒരു പ്രശ്നം നിങ്ങളൊന്ന് നല്ല ഇതായിട്ടൊന്ന് സോൾവ് ചെയ്യാൻ നോക്കാനായിട്ട് പറഞ്ഞു വിക്രം. അപ്പോൾ അത് കേട്ടപ്പോൾ ശ്രീകാന്ത് ഇങ്ങനെ നോക്കി നിൽക്കുക. അപ്പോൾ സി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വിക്രം അവിടെ നിന്ന് അങ്ങ് പോണു. വിക്രം പോയി കഴിഞ്ഞപ്പോഴേക്കും ഇദ്ദേഹം പറഞ്ഞിട്ട് പോയത് കേട്ടില്ല എന്ന് ചോദിച്ചുകൊണ്ട് ശ്രീകാന്ത് ദേഷ്യപ്പെടുക. താനൊന്ന് അടങ്ങടോ, ഇവിടെ നടന്ന പുകലൊന്നും മുത്തശ്ശി അറിഞ്ഞിട്ടില്ലെങ്കിൽ അറിയിക്കാൻ നിൽക്കേണ്ടെന്നും, അഥവാ ഇനി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതേപ്പറ്റി സംസാരിക്കാനും പോകണ്ടെന്നും, പിന്നെ വരട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ദർശൻ അവിടെ നിന്ന് അങ്ങ് പോയി. ദർശൻ നീ നമുക്ക് ഈ വിഷയം പിന്നീട് സംസാരിക്കാമെന്നും പറഞ്ഞുകൊണ്ട് ദർശൻ അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ ദർശൻ അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ ശ്രീകാന്ത് ഇങ്ങനെ ആലോചനയായിട്ട് നിൽക്കുക. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നന്ദിനി ഫോൺ എടുത്ത് വിനയൻ ഫോൺ എടുത്ത് നന്ദിനിയെ വിളിക്കുക. അപ്പോൾ എന്താ വിനയേട്ടാന്ന് ചോദിച്ചു. എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. എടി KPCCയിലെ ചിട്ടി അടയ്ക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്നാ കാശ് ഞാൻ അലമാരിയിൽ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു, അത് എടുക്കാൻ മറന്നുപോയെന്ന് പറയുമ്പം, അയ്യോ ഇനിയിപ്പോൾ എന്ത് ചെയ്യും, ഇന്ന് അടച്ചില്ലെങ്കിലേ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, മുഴുവൻ തുകയും നമ്മൾ അടയ്ക്കേണ്ടി വരും, നിനക്കൊന്നും കൊണ്ട് അടയ്ക്കാവോ എന്ന് ചോദിച്ചു. അയ്യോ ഞാനോ, എടി ഞാൻ കുറച്ച് ദൂരെ ഒരു പാർട്ടിയിൽ നിൽക്കാം, കുറച്ച് വൈകിയേ എത്തുള്ളൂ, ഉച്ചയ്ക്ക് 12 മണിക്ക് മുന്നേ അടയ്ക്കേണ്ട പൈസ നീ ഒന്ന് കൊണ്ട് അടയ്ക്കാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ കൊണ്ടേ അടച്ച് ശരിയാവൂ എന്നൊക്കെ ചോദിച്ചു. എന്നിട്ട് പിന്നെ നന്ദിനി മനസ്സോടെ പോകാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ശ്രീകാന്തിനെ കാണിക്കുന്നത്. ഇങ്ങനെ ഇരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് ശ്രീകാന്തിനെ ചോദ്യം ചെയ്യാനായിട്ട് അനിയെത്തി വന്നു. ഇവിടെ ഒരു ശബ്ദം കേട്ടല്ലോ, എന്താണെന്ന് ചോദിച്ചു. ഏട്ടൻ്റെ ഫോണിൽ എത്ര പ്രാവശ്യം കോൾ വന്നത്, ഏട്ടൻ എന്താ അറിഞ്ഞില്ലേന്ന് ചോദിച്ചു. സൈലൻ്റ് ആയിട്ട് കിടക്കുന്നു, ഞാൻ അറിഞ്ഞില്ല, ഞാൻ വിളിച്ചോളാമെന്ന് പറഞ്ഞു. അപ്പോൾ വേണ്ട, ഞാൻ ലൈനിലുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കൊടുത്തു. അങ്ങനെ ഫോൺ എടുത്ത് ഏട്ടത്തെ വിളിക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് കൊടുത്തു കേട്ടോ. ആ ഹലോ പറ വർഷ, എന്തുകൊണ്ട് വിശേഷം എന്നൊക്കെ ചോദിച്ചു. വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചു. പിന്നെ ഇവർ തമ്മിൽ സംസാരിച്ച് ഫോൺ അങ്ങ് കട്ട് ചെയ്തു. ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ
ശ്രീയേട്ടൻ ആ ശ്രീനിവാസൻ്റെ വീട്ടിൽ പോയല്ലേ എന്ന് അനിയത്തി ചോദിക്കുക. അതിനെപ്പറ്റി ചോദിക്കാനല്ലേ വിക്രമേട്ടൻ ഇന്നിവിടെ വന്നതെന്ന് ചോദിക്കുമ്പം, വിക്രമൻ ചേട്ടനോ? ഏത് വകയിലാടി അവൻ നിനക്ക് ചേട്ടനായത്? ചേച്ചിയെ ചാടിക്കയറി കെട്ടിപ്പോയില്ലേ, അപ്പം പിന്നെ ചേട്ടാന്നല്ലേ വിളിക്കാൻ പറ്റുള്ളൂ എന്ന് ചോദിച്ചു. എന്നാലേ അത് വേണ്ട, അവൻ സ്ഥിരമായിട്ട് നിന്റെ ചേച്ചിയുടെ ഭർത്താവാകാനൊന്നും പോകുന്നില്ല, അത് ഉറപ്പാണെന്നും പറഞ്ഞു. അപ്പം അത് നിങ്ങൾ മാത്രം വിചാരിച്ചാൽ പോരല്ലോ ഏട്ടാ എന്നും പറഞ്ഞു അനിയത്തി. ഇന്ന് നിങ്ങൾ തമ്മിൽ പുറത്തു വെച്ച് സംസാരിച്ചത് മുഴുവനും ഞാനും മുത്തശ്ശിയും കേട്ടായിരുന്നു എന്ന കാര്യങ്ങൾ പറയുന്നു അനിയത്തി. നിങ്ങൾ തമ്മിൽ അടിയാവുമെന്ന് പോലും ഞാൻ പേടിച്ചു പോയി എന്നുള്ള കാര്യവും പറയുവാണ്. ശ്രീയേട്ടന് ഇഷ്ടമായില്ലെങ്കിലോ എന്ന് കരുതിയാണ് ഞാൻ അങ്ങോട്ടേക്ക് വരാതിരുന്നതെന്ന് പറഞ്ഞപ്പോൾ, ആ അതേതായാലും നന്നായി എന്നും പറഞ്ഞിങ്ങനെ അനിയത്തിയോട് പറയുന്നു. അപ്പോൾ ചേച്ചി വിക്രമേട്ടനുമായിട്ട് ജീവിതം തുടങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ മുത്തശ്ശി നെഞ്ചത്ത് കൈവച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു എന്ന കാര്യം അനിയത്തി പറഞ്ഞു കൊടുക്കുക. എപ്പോഴാ മുഖം ഒന്ന് തെളിഞ്ഞതെന്നറിയോ? എപ്പോഴെങ്കിലും ചേച്ചിയോട് ഇഷ്ടം തോന്നിയാൽ വിക്രമേട്ടൻ ചേച്ചിയെ സ്വന്തമാക്കിയിരിക്കുമെന്ന് നിങ്ങളെ രണ്ടുപേരെയും വെല്ലുവിളിച്ചപ്പോഴാണെന്ന് പറഞ്ഞു. അങ്ങനെ നടന്ന കാര്യങ്ങളെല്ലാം അനിയത്തി ഏട്ടനോട് പറയുക. അപ്പോൾ അങ്ങനത്തെ ഒരു കാരണവശാലും വിക്രമേട്ടനെ ഭീഷണിപ്പെടുത്തിയോ അല്ലെങ്കിൽ വിക്രമേട്ടനെ മുൾമുനയിൽ നിർത്തി കാര്യങ്ങൾ നേടിയെടുക്കാമെന്ന് ശ്രീയേട്ടൻ വിചാരിക്കേണ്ട. ശ്രീയേട്ടൻ വിചാരിക്കുന്നത് പോലെ ഒന്നുമല്ല കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ചേച്ചി അവിടെ നിന്ന് ഇറങ്ങിപ്പോരണം, അതിനുള്ള വഴിയാണ് നോക്കേണ്ടത്. ദർശൻ ചേട്ടനെ പോലെ ഒരാളുടെ കൂടെ സന്തോഷത്തോടെ ജീവിക്കണം, ഇതൊക്കെ തന്നെയാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ അതിനുവേണ്ടി ഇടപെടേണ്ടതും പ്രവർത്തിക്കേണ്ടതും നമ്മളല്ല എന്നാണ് എനിക്ക് തോന്നുന്നതെന്ന് പറയുമ്പോൾ, പിന്നെ നീ എന്തി പറഞ്ഞു വരുന്നേ? ചേച്ചി വിക്രം ചേട്ടൻ്റെ വീട്ടിൽ പോയി അയാളുടെ ഭാര്യയായിട്ട് ജീവിക്കാൻ തുടങ്ങിയപ്പോൾ ഏറ്റവും കൂടുതൽ വിഷമിച്ചിട്ടുള്ളത് ആരാണെന്ന് ശ്രീയേട്ടൻ ഓർത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അത് ആ ഓട്ടോക്കാരിയ രാധയാണെന്നുള്ള കാര്യവും പറഞ്ഞു. അപ്പോൾ രാധയെ കയ്യിലെടുക്കാൻ പറഞ്ഞു. ശ്രീയേട്ടൻ പോയി ശ്രീനിവാസനെ കണ്ട് സങ്കടം പറഞ്ഞതിന് പകരം ആ രാധയാണ് അയാളെ കാണാൻ ചെന്നിരുന്നതെങ്കിലോ എന്ന് കൂട്ടുകാരി അനിയത്തി ചോദിച്ചു. അപ്പോൾ ശ്രീനിവാസൻ്റെ പാർട്ടിയുടെ പിൻബലമാണല്ലോ ഇപ്പോൾ വേദേച്ചിക്കും വിക്രമേട്ടനും ഉള്ളത്. ആ പാർട്ടിക്കെതിരെ വെറും ഓട്ടോക്കാരി പെൺകുട്ടി ഈ വിഷയത്തിൻ്റെ പേരും പറഞ്ഞ് ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്യുമെന്ന് വന്നാൽ ശ്രീനിവാസൻ വിക്രമേട്ടനെ സപ്പോർട്ട് ചെയ്യുമെന്നേട്ടന് തോന്നുന്നുണ്ടോ എന്ന കാര്യം ചോദിക്കുമ്പോൾ, എടി നീ ആൾ കൊള്ളാവല്ലോ, നിന്റെ ചെറിയ തലയിൽ ഇത്രയും ആലോചനയൊക്കെ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു. ഞാനിത് പറയുന്നത് വേദേച്ചിക്കെതിരായതുകൊണ്ടൊന്നും അല്ല ശ്രീയേട്ടാ, ഈ സൗകര്യങ്ങളെല്ലാം വിട്ടെറിഞ്ഞ് ചേച്ചി ആ വീട്ടിൽ പോയി നിൽക്കുന്നത് പ്രേമം കൊണ്ടായിരുന്നെങ്കിൽ ഞാൻ ചേച്ചിയെ സപ്പോർട്ട് ചെയ്യുമായിരുന്നുവെന്നും, പക്ഷേ എനിക്ക് തോന്നുന്നത് ചേച്ചി ഇതൊക്കെ ചെയ്യുന്നത് വേറെന്തൊക്കെയോ വാശി കൊണ്ടാണെന്നുള്ള കാര്യം അനിയത്തി ഇങ്ങനെ ഏട്ടനോട് പറഞ്ഞു. അതെന്തായാലും ഞാൻ പറഞ്ഞ വഴിയെ ശ്രീയേട്ടനൊന്ന് ശ്രമിച്ചു നോക്കാനായിട്ട് പറഞ്ഞു കൊടുക്കും അനിയത്തി. അപ്പോൾ ശ്രീകാന്ത് അതിനെപ്പറ്റി ആലോചിച്ചു തുടങ്ങി. തൊട്ടടുത്ത നിമിഷം പിന്നെ കാണുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നന്ദിനി ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരാൾ വീട്ടിലേക്ക് കയറി വരുന്നു. അതെ, ഞാൻ കുറിക്കാശ് കളക്ട് ചെയ്യാൻ വന്നതാണെന്ന് പറഞ്ഞു. അപ്പം നിങ്ങളോട് ആരും ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? വിനയേട്ടൻ അങ്ങോട്ട് എത്തിച്ചു തരുമായിരുന്നില്ലേ എന്ന് നന്ദിനി ചോദിച്ചു. അപ്പോൾ വിനായകൻ ചേട്ടൻ തന്നെ വീട്ടിൽ ചെന്ന് മേടിക്കാൻ പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പോൾ ശരി, ഒരു മിനിറ്റ് നിൽക്കുക, ഞാൻ ഇപ്പോൾ വരാമെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദിനി പൈസ എടുത്തുകൊണ്ട് പോവുക. എൻ്റെ ഈശ്വരാ, ആരും കാണരുതേ, സ്ഥലം വാങ്ങാനും അനുഗ്രഹിക്കണേ, ഈ കുറി ഞങ്ങൾക്ക് തന്നെ കിട്ടണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പൈസ എടുത്തുകൊണ്ട് ഇങ്ങ് വരുമല്ല. നമ്മുടെ വേദ അങ്ങോട്ടേക്ക് വരികയും ഒരുമിച്ച് രണ്ടും കൂടെ ഇടിച്ച് നന്ദിനിയുടെ കയ്യിലുണ്ടായിരുന്ന കാശ് മുഴുവൻ അവിടെ ചെതറി വീണു. ആ പൈസ മുഴുവൻ ചെതറി വീണു. അപ്പോൾ ചാടി ഇവർ പൈസ എടുക്കുക. അപ്പോൾ വേദയും പൈസ എടുക്കാനായിട്ട് കൂടി, എന്നിട്ട് ഇങ്ങനെ നന്ദിനിയുടെ കയ്യിലേക്ക് കൊടുക്കുക കേട്ടോ. അപ്പോൾ ചേച്ചി എന്നും പറഞ്ഞ് ഇങ്ങനെ വിളിച്ചു. അങ്ങനെ വിളിച്ചപ്പം ഒരു ചിരിയും ചിരിച്ച് നമ്മുടെ നന്ദിനി അവിടുന്ന് പോയി. വേദയാണെങ്കിലും മൈൻഡ് ചെയ്യാതെ അങ്ങോട്ട് പോയി. ഈ സമയത്ത് കാശും കൊടുത്ത് എല്ലാം എണ്ണി തിട്ടപ്പെടുത്തി ചെറുക്കനും അങ്ങ് പോയി. നന്ദിനി ആകെ പെട്ട് നിൽക്കുവാണ്. ഇനി അവളുടെ കാല് പിടിക്കണം, ഞാൻ എന്ത് ചെയ്യുമെന്ന് ഓർത്ത് നന്ദിനി ഇങ്ങനെ നിൽക്കുക കേട്ടോ. ഷോ എന്നും പറഞ്ഞ് വേദയുടെ അടുത്തേക്ക് പോവുക. വേദ അവിടെ മൊബൈൽ നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കുമായിരുന്നു. ചമ്മി ഇതേ ചെല്ലുവാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് അതെ കുറി അടയ്ക്കാനുള്ള കാശായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ മൂളി. അത്ര വലിയ തുകയുടെ ഒന്നും അല്ല, എന്നാലും കടിച്ചു പിടിച്ച് അടച്ചു പോകുന്നെന്ന് മാത്രം. എത്രയാണ് ചിട്ടിത്തുകയെന്ന് ഞാൻ ചോദിച്ചില്ലല്ലോ നന്ദിനിയടുത്തി എന്ന് വേദ എന്തായാലും ചോദിച്ചു. അതില്ല, എന്നാലും. അപ്പം വേദ ഒരു നോട്ടം നോക്കി. വേദയ്ക്ക് അറിയാമല്ലോ വിനയേട്ടന് മാസശമ്പളം കിട്ടുന്ന ജോലിയൊന്നും അല്ലല്ലോ ഉള്ളത്. അപ്പോൾ അതിവിടെ ഒരു മക്കൾക്കും ഇല്ലല്ലോ ഏട്ടത്തി. അതെ, എന്നാലും നമ്മളുടെ കാര്യം അത് നമ്മൾ തന്നെ നോക്കണ്ടേ വേദേ? അത് തീർച്ചയായിട്ടും വേണം നന്ദിനിയടുത്തി. അതിലിപ്പോൾ എന്തത്ര സംശയമുള്ളത്? അത് എത്ര ചാലും നടന്നാലാണ് ഒരു സ്ഥലക്കച്ചവടമോ വാടകക്കെട്ടടോ ഒക്കെ ശരിയാവുമെന്ന് അറിയുമെന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരി ഇങ്ങനെ വന്ന് നിന്ന് വേദയോട് പരിഭവം പറയുക. അപ്പോൾ അതെ, എന്തായാലും കിട്ടുന്ന പൈസ മിച്ചം വെച്ച് സമ്പാദിച്ച് സൂക്ഷിച്ച് വെക്കണമെന്നാണ് എൻ്റെ പക്ഷം. നന്ദിനിയടുത്ത് ചെയ്യുന്നത് ശരിയാണ്. ഒരു എമർജൻസി എപ്പോഴാണ് കുടുംബത്തിൽ വരിക എന്നൊന്നും ആർക്കും പറയാൻ പറ്റത്തില്ലല്ലോ എന്നൊക്കെ വേദ പറഞ്ഞു. അപ്പം കറക്റ്റ് ഉപമയാണ് വേദ പറഞ്ഞത്. ശരിക്കും മുറുമ്പ് കൂട്ടി വെക്കുന്നത് പോലെ തന്നെയാണ് വിനയേട്ടൻ ഓരോ ചില്ലി പൈസയും കൂട്ടി വെക്കുന്നതെന്നിങ്ങനെ നന്ദിനി പറഞ്ഞു. അപ്പോൾ നല്ല കാര്യമെന്ന് പറഞ്ഞു. അപ്പോൾ നല്ല കാര്യം തന്നെയാണ്. പക്ഷേ വേദ എനിക്കൊരു ഉപകാരം ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ വേദ ഇങ്ങനെ നോക്കുക. ഇക്കാര്യമേ അച്ഛനും അമ്മയും അറിയരുത് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ
അല്ല പുറത്ത് പറയരുതെന്ന് ഞാൻ ഉദ്ദേശിച്ചതേ അതാണെന്ന് പറയുമ്പോൾ വേദയ്ക്ക് അറിയാമല്ലോ. ദേ കുളത്തിൽ കായം കലക്കുന്നത് പോലെയാ ഇവിടുത്തെ കാര്യങ്ങളെ. ആ കാശ് എടുത്ത് കൊടുത്താൽ അപ്പം തന്നെ തീരും. അപ്പം നിങ്ങൾ കൂട്ടിവെക്കുന്നതേ കുടുംബത്തിനൊരാവശ്യം വരുമ്പോൾ ഉപകരിക്കുമെന്ന് കരുതിയിട്ടല്ലല്ലേ എന്ന് വേദ ചോദിച്ചു. നിങ്ങൾക്ക് വേണ്ടിയാണെന്ന് അത്രയല്ലേ ഉള്ളൂ കാര്യം. അപ്പം എന്താ അതുപോരെ എന്ന് നന്ദിനിയെ ഞങ്ങൾ ചിന്തിച്ചതുപോലെ ഇവിടെ എല്ലാവരും ചിന്തിച്ചാൽ ഈ വീട്ടിലെ മുഴുവൻ പ്രശ്നങ്ങളും തീർന്നേനെ അല്ലേ? അപ്പം അത് ശരിയാണ് ആണല്ലോ. അപ്പം ഈ പണം ഞങ്ങൾ ഇവിടെ ചെലവഴിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതല്ല. അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ നന്ദിനിയെടുത്തിയെന്ന് വേദ പറഞ്ഞില്ല. പക്ഷേ ഞാനും നീയും ഇടയ്ക്കിടയ്ക്ക് ചില വർത്തമാനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിപ്പോൾ ഏത് വീട്ടിലും ഇല്ലാത്ത എല്ലാ വീട്ടിലും ഉണ്ടാകുമല്ലോ. അതിൻ്റെ പേരിൽ നിനക്ക് എന്നോട് എന്തെങ്കിലും ദേഷ്യം തോന്നിയിട്ടുണ്ടെങ്കിൽ ആ പകയും വെച്ച് ഈ കുറിയുടെ കാര്യം ഈ വീട്ടിൽ പറയാമെന്ന് വിചാരിക്കരുത്. അത് നീ എനിക്ക് വാക്ക് തരണമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരാൾ ചെയ്യുന്ന കാര്യം മറ്റൊരാളോട് പറഞ്ഞ് എന്തായാലും എനിക്ക് ശീലമില്ല. അപ്പം അതെനിക്ക് അറിയാം. അങ്ങനെയുള്ള വൃത്തികേടൊന്നും നീ ചെയ്യത്തില്ലെന്ന് എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞ് എന്നാലും എൻ്റെ ഒരു ഭയം അത് ഞാൻ തുറന്നു പറഞ്ഞല്ലേ പറ്റൂ. അപ്പം നിൻ്റെ വാക്കിൽ എനിക്ക് വിശ്വാസക്കുറവൊന്നുമില്ല. എന്നാലും ഉമാമഹേശ്വരനെ പിടിച്ച് നിനക്കൊന്ന് സത്യം ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പം എന്തിന്? അല്ല നിൻ്റെ ഏറ്റവും വലിയ ദൈവം അതല്ലേ. അപ്പം പിന്നെ അവിടെ പിടിച്ച് സത്യം ചെയ്താൽ നീ സത്യം തെറ്റിക്കില്ല എന്നും എനിക്കറിയാമെന്നൊക്കെ പറഞ്ഞു. അപ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് ശ്രീജ അമ്മയും വന്നു പറഞ്ഞു എന്ത് സത്യം ചെയ്യുന്ന കാര്യമാണ് അത് ഉമാമഹേശ്വരനെ പിടിച്ച് എന്ന് ചോദിച്ച് വന്ന് കമല ചോദിക്കാം. അപ്പം അമ്മ കേട്ടല്ലേ എന്ന് നന്ദിനി ചോദിച്ചു. ഈശ്വരനെ പിടിച്ച് സത്യം ചെയ്യണമെന്ന് നീ പറയുന്നത് കേട്ടിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത്. അത് കേട്ടത് കൊണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഭാഗ്യം വള്ള വേറൊന്നും കേട്ടിട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ട് നന്ദിനി ഇങ്ങനെ പതുക്കെ മനസ്സിൽ പറയുക. ആ സമയത്ത് ഒരു പണി കൊടുത്താലൊന്ന് വേദ ചിന്തിക്കുക. അപ്പോഴത്തേക്ക് നന്ദിനി പറയല്ലേ എന്ന് പറഞ്ഞ് കണ്ടുകൊണ്ട് കാണിക്കുന്നു. അപ്പോൾ വേദ ഇങ്ങനെ പറഞ്ഞ തലയാട്ടിക്കൊണ്ട് നിൽക്കുന്നു. അങ്ങനെ 2 പേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒളിച്ചേസാറ്റേ കളിച്ചുകൊണ്ടിരിക്കുക. അമ്മേ എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. എന്താ മോളെ എന്ന് ചോദിച്ചു. അതെ ഞാനിവിടെ വെറുതെ ഇരിക്കായിരുന്നു അമ്മേ. അല്ല അന്നേരം ഒരു കാര്യമില്ല. ഇത് നന്ദിനി അടുത്ത് വന്ന് എന്നോട് വഴക്കുണ്ടാക്കി. എന്നെ പറഞ്ഞപ്പോൾ ഞാനും എന്തൊക്കെയോ തിരിച്ചു പറഞ്ഞു. അതിൻ്റെ ഇടയിലേ നന്ദിനി അടുത്ത് എന്നെ നോക്കി ഒരു മുട്ടൻ വാക്ക് പറഞ്ഞു. മുട്ടൻ വാക്കോ? ഒരു മുട്ടൻ പൊട്ട വാക്ക്. അപ്പം അയ്യോ ഞാൻ അപ്പം എന്ത് വാക്ക്? അത് പുറത്ത് ആരോടും പറയരുതെന്നാ ഇപ്പം എന്നോട് സത്യം ചെയ്ത് വാങ്ങിച്ചതെന്നൊക്കെ പറയുവാണ് നമ്മുടെ വേദ. എന്നാലും നന്ദിനിയടത്തിയുടെ വായിൽ നിന്ന് ഇമാതിരി പൊട്ട വാക്കുകൾ വീഴുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല കേട്ടോ എന്ന് നമ്മുടെ വേദ പറയുമ്പോൾ അന്തം വിട്ട് നിൽക്കുവാന്ന് ഇങ്ങനെ നന്ദിനി. എന്തിനാ നന്ദിനി ദേഷ്യം വരുമ്പോൾ ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ പറയാൻ നിൽക്കുന്ന എന്ന് പറഞ്ഞ് അമ്മ അവിടുന്ന് പോയി. ശ്രീജയും പോയി. അപ്പോൾ നീ എന്തിനാ അങ്ങനെ പറഞ്ഞെന്ന് ചോദിച്ചു. അപ്പോൾ നിങ്ങൾ തന്നെയല്ലേ എന്നോട് രക്ഷിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ചുമ്മാ കയറി നുണയും പറഞ്ഞ് രക്ഷിക്കാൻ പറ്റുമോ എനിക്ക് എന്ന് നമ്മുടെ നന്ദിനി ചോദിക്കണം. നന്ദിനിയോട് വേദ ചോദിക്കുന്നു. എന്നിട്ട് അങ്ങ് പോയി. ഇത് കഴിഞ്ഞ് വേദ പുറത്തിരിക്കുമ്പോൾ ശ്രീജ കൊണ്ടുവന്ന് പായസം കൊടുത്തു. അപ്പോൾ അമ്പലത്തിൽ നിന്ന് കിട്ടിയ പായസമാണെന്ന് പറഞ്ഞ് ഇങ്ങനെ കൊടുത്തു. പിന്നെ നിങ്ങൾ തമ്മിൽ എന്താ സംസാരിച്ചതെന്നൊക്കെ ഇങ്ങനെ ശ്രീജ ചോദിക്കുക. അപ്പോൾ പിന്നെ വിശ്വേട്ടൻ്റെ കാര്യങ്ങളായി. നമ്മുടെ വേദ അങ്ങോട്ടേക്ക് എടുത്തിട്ടു. കാരണം ഇത് പറയാതിരിക്കാൻ വേണ്ടി. അപ്പോൾ വിശ്വേട്ടൻ ജോലിക്ക് പോയിട്ട് വരാറായല്ലോ കണ്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം അങ്ങനെ എന്നെ വിളിച്ചു നോക്കാമെന്ന് പറഞ്ഞു. അപ്പം ജോലി ചെയ്യാൻ പോയിക്കൊണ്ടിരുന്ന ഭർത്താവിനെ ജോലി ചെയ്യാൻ സമ്മതിക്കാത്തത് ശ്രീജയടുത്തിയാണല്ലേ എന്ന് ചോദിച്ചു. അയ്യോ അങ്ങനെയൊന്നുമല്ല, ഇടയ്ക്ക് വിളിച്ച് വിവരം അന്വേഷിക്കുമ്പോൾ ഒരു സമാധാനമാണെന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ ആ ഒരു ഇത് സംസാരിച്ചിട്ട് ഈ ശ്രീജ ഫോൺ എടുത്ത് വിശ്വനെ വിളിക്കുക. തൊട്ടടുത്ത നിമിഷം കാണിക്കുന്ന വിശ്വന് ഒരു തീരത്ത് പോയിരുന്ന് ചോറ് വാരി ഉണ്ണുവാണ്. അപ്പോൾ വേദ ഇങ്ങനെ ആകെ ഒരു വിഷമത്തിൽ ഇരിക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. നന്ദി.